നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം എന്ന് പറയുന്നത്. But unfortunately, my sisters and brothers, the truth is that we are being led by cowards today. പക്ഷേ ഇന്ന് നാം ഭീരുക്കളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ. We have a prime minister who doesn't even have the guts to open his mouth when thousands and thousands of children are being killed in Palestine. ഇന്ന് ശബ്ദിക്കാൻ ധൈര്യമില്ലാത്ത പ്രധാനമന്ത്രിയെ നാം കാണുന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഫലസ്തീനിൽ കൊല ചെയ്യപ്പെട്ടപ്പോൾ എന്ന് ഉരിയാടാൻ തയ്യാറാകാത്ത ഒരു പ്രധാനമന്ത്രിയെയാണ് ഈ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. We have a prime minister who goes running to Israel 2 days before this war begins and bows down to them and receives medals for them from them in his own name. യുദ്ധം തുടങ്ങുന്നതിന് കൃത്യം 2 ദിവസം മുമ്പ് ഇസ്രായേൽ ചെന്ന് സന്ദർശിച്ച് അവിടെ മുട്ടുമടക്കി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുകയുണ്ടായി. We have a prime minister who signs a deal with the Americans in which our farmers who grow these beautiful spices and these beautiful fruit and toil day and night in the heat, in the dust, with their sweat and blood to raise their families. Our farmers are now going to be competing with huge mechanized farms in the US. We are going to have tariffs put on us and their taxes have been removed by us. നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, അമേരിക്കയുമായിട്ട് ഒരു ഇടപാട് നടത്തിയ പ്രധാനമന്ത്രി. ആ ഇടപാട് നേരിട്ട് ബാധിക്കാൻ പോകുന്നത് ഈ രാജ്യത്തെ കർഷകരെയാണ്. ആ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ അതിന് വില കിട്ടാത്ത അവസ്ഥയുണ്ടാക്കി വിദേശ കുത്തകകൾക്ക് നമ്മുടെ വിപണികൾ തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇവിടെ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഈ നമ്മുടെ നാട്ടിലെ കർഷകർ വിദേശത്തെ ഹൈടെക് കൃഷിക്കാരുമായിട്ട് മത്സരിക്കാൻ പോകുന്നത്? അവർക്കത് മത്സരിക്കാൻ കഴിയില്ല, അവർ പിന്തള്ളപ്പെടും. അങ്ങനെയുള്ള ഇടപാടാണ്